അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ, പാപങ്ങളെ മായ്ച്ചു കളയാൻ, ആത്മാവിനെ ഉയർത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു വിലമതിക്കാനാവാത്ത അതിഥിയാണല്ലോ വിശുദ്ധ റമദാൻ. ഇപ്പോൾ ആ അതിഥി യാത്രാമൊഴിയുടെ സമയത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിശിഷ്ട അതിഥി വരുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ അതിഥിയെ എത്ര മനോഹരമായാണ് നാം സ്വീകരിക്കുക. അദ്ദേഹത്തിന് വേണ്ടി വീട് വൃത്തിയാക്കും. അദ്ദേഹം വരുമ്പോൾ പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യും. സ്നേഹത്തോടെ ആലിംഗനം ചെയ്യും. ഏറ്റവും നല്ല ഇരിപ്പിടം നൽകും. സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുക്കും. ആദ്യ ദിവസങ്ങളിൽ ആ അതിഥിയോടുള്ള ശ്രദ്ധയും കരുതലും അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കും. എന്നാൽ അദ്ദേഹം മടങ്ങാൻ നേരമായപ്പോൾ നാം അവരെ ശ്രദ്ധിക്കാതിരിക്കുകയും സ്വന്തം തിരക്കുകളിൽ മുഴുകി അവരെ അവഗണിക്കുകയും ചെയ്താൽ ആ അതിഥിക്ക് എന്തു തോന്നും? തീർച്ചയായും അദ്ദേഹം സങ്കടത്തോടെയായിരിക്കും മടങ്ങിപ്പോവുക. തുടക്കത്തിൽ ലഭിച്ച വലിയ സ്വീകരണങ്ങളൊന്നും പിന്നീട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിലനിൽക്കുകയില്ല. മറിച്ച് വിട പറയുമ്പോൾ ലഭിച്ച അനുഭവങ്ങളായിരിക്കും കൂടുതലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ വരിക. അങ്ങനെ വന്നാൽ ആ ഗംഭീരമായ സ്വീകരണത്തിന് പിന്നെ എന്താണ് പ്രസക്തി? ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന തത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്നമൽ അഅ്മാലു ബിൽ ഖവാത്തീം. കർമ്മങ്ങൾ അവയുടെ അവസാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു ഓട്ടമത്സരത്തിൽ ഒരാൾ എത്ര വേഗത്തിൽ ഓടിത്തുടങ്ങി എന്നതിലല്ലല്ലോ കാര്യം, അയാൾ എങ്ങനെ ഫിനിഷ് ചെയ്തു എന്നതിലല്ലേ. സത്യം പറഞ്ഞാൽ ഇതുപോലെയാണ് നമ്മുടെ പലരുടെയും റമദാൻ ഇന്ന്. റമദാൻ വരാൻ വേണ്ടി റജബിലും ശഅബാനിലുമെല്ലാം നാം പ്രാർത്ഥിച്ചു. അതിനെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ നടത്തി. റമദാൻ മാസം വന്നപ്പോൾ പള്ളികൾ നിറഞ്ഞു. ഖുർആൻ പാരായണം സജീവമായി. അങ്ങനെ പലതും. എന്നാൽ റമദാൻ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ആ അതിഥിയോടുള്ള നമ്മുടെ സമീപനത്തിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് നാം സ്വയം ചോദിക്കേണ്ടതുണ്ട്. ആ വിലയേറിയ അതിഥിയെ വിട്ട് നമ്മുടെ ശ്രദ്ധ പെരുന്നാൾ വസ്ത്രങ്ങളിലേക്കും അങ്ങാടികളിലേക്കും വിപണികളിലേക്കും ആഘോഷങ്ങളിലേക്കും മാറിപ്പോകുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ആ അതിഥി പടിയിറങ്ങാൻ തയ്യാറെടുക്കുന്ന അവസാന നിമിഷങ്ങളിലാണ് നാം ഏറ്റവും കൂടുതൽ ആദരവും ശ്രദ്ധയും കാണിക്കേണ്ടത്. ആദ്യ ദിവസങ്ങളിൽ നാം കാണിച്ച ആവേശത്തേക്കാൾ കൂടുതൽ ആവേശം ഈ അവസാന ദിവസങ്ങളിൽ ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. റമദാനിൻ്റെ തുടക്കത്തിൽ നമുക്ക് പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതോർത്ത് നിരാശപ്പെടേണ്ടതില്ല. ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാ പറയുകയുണ്ടായി, റമദാനിൻ്റെ തുടക്കത്തിൽ കുറവുകൾ വന്നവർ അവസാനമെങ്കിലും അത് നന്നായി പൂർത്തിയാക്കട്ടെ. നമ്മുടെ ഈ അതിഥി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നത് നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന അവസ്ഥയിൽ ആയിരിക്കണം. നോമ്പും പരിശുദ്ധ ഖുർആനും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഏത് കാര്യത്തെയും പൂർണ്ണമാക്കുന്നത് അതിൻ്റെ മനോഹരമായ പര്യവസാനമാണ്. അതുകൊണ്ട് ഈ അവസാന ദിവസങ്ങളെ പ്രാർത്ഥനകളും ഇബാദത്തുകളും കൊണ്ട് നമുക്ക് ധന്യമാക്കാം. അള്ളാഹു നമ്മെ ഇനിയും ഒരുപാട് റമദാനുകൾ അനുഭവിക്കാൻ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.